യുവമോർച്ച മുൻ സംസ്ഥാന അധ്യക്ഷൻ, ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ, നിലവിൽ ബി ജെ പി ദേശീയ സെക്രട്ടറി പറഞ്ഞു വരുന്നത് കെ സുരേന്ദ്രനെ കുറിച്ചാണ്. ദേശീയ സെക്രട്ടറിയായി ചുമതലയേറ്റ ശേഷം ശ്രീ കെ സുരേന്ദ്രൻ ഇന്ന് ജനം ടി വിക്കൊപ്പം ചേരുകയാണ്. നമസ്കാരം കെ എസ്. നമസ്കാരം. ജനം ടി വിയുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അങ്ങേക്ക് എല്ലാവിധ ആശംസകളും ഈ ഘട്ടത്തിൽ നേരുന്നു. താങ്ക് യു. കേസ് പുതിയൊരു ചുമതല, ദേശീയ സെക്രട്ടറിയായി വരുന്നു. ദേശീയ തലത്തിലേക്ക് താങ്കളുടെ പ്രവർത്തനങ്ങൾ മാറ്റാനും പോകുന്നു. ദേശീയ സെക്രട്ടറി എന്നൊരു ചുമതലയിലേക്ക് അങ്ങ് വരുമ്പോൾ നേതൃത്വം പരിഗണിച്ചിട്ടുണ്ടാവുക അങ്ങയുടെ കേരളത്തിൽ അങ്ങ് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അത് രാഷ്ട്രീയ തലത്തിൽ മാത്രമല്ല, ശബരിമല പോലെയുള്ള ഹൈന്ദവ മുന്നേറ്റ പരിപാടികളിലടക്കം അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ പ്രവർത്തനം വളരെ ഗംഭീരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെ പരിഗണിച്ച് തന്നെ ആയിരിക്കുമോ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നും ഇങ്ങനെയൊരു ചുമതല അങ്ങേക്ക് തരാൻ തീരുമാനിച്ചിട്ടുണ്ടാവുക? ഞാനതിനെ അങ്ങനെ വിലയിരുത്താൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ബി ജെ പിക്കകത്ത് ഒരു നിശ്ചിത കാലയളവിൽ പുനഃസംഘടനകൾ നടക്കുന്നത് ഒരു പതിവാണ്. മറ്റു പാർട്ടികളിലൊന്നും, സി പി എമ്മിൽ അതുപോലത്തെ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലുണ്ട് അവരുടെ 3 വർഷം 4 വർഷം കൂടുമ്പോൾ. ബാക്കി ജനാധിപത്യ പാർട്ടികളിലൊന്നും അത്തരത്തിലുള്ള ഒരു സംവിധാനമില്ല. ബി ജെ പി കാലാകാലങ്ങളിൽ സംസ്ഥാനത്തും ദേശീയ തലത്തിലും ബൂത്ത് മുതൽ തന്നെ അത്തരത്തിലുള്ള പുനഃസംഘടനകൾ നടത്തും. സ്വാഭാവികമായിട്ടും ഒരു ചുമതലയിൽ ഇപ്പോൾ 6 വർഷം, ഞാൻ 5.5 വർഷത്തോളം ഞാൻ പാർട്ടി സംസ്ഥാന അധ്യക്ഷനായിട്ടിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി എൻ്റെ പ്രവർത്തനം എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് അവർക്കൊരു ധാരണ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം ഒരു രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്, ഒരുപാട് ആളുകളെ പരിഗണിക്കേണ്ടതാണ്. മാത്രമല്ല ഇത്തവണ ഒരു സമ്പൂർണ്ണ പുനഃസംഘടനയായിരുന്നു രാജ്യം മുഴുവൻ. എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന അധ്യക്ഷന്മാർ മാറിയിട്ടുണ്ട്. മാത്രമല്ല ഇത്തവണത്തെ ഒരു പ്രത്യേകത, ദേശീയ തലത്തിൽ ജനറൽ സെക്രട്ടറിമാരായിട്ടൊക്കെ എടുത്തിരിക്കുന്ന ഒരു പഴയ പല പ്രമുഖരായിട്ടുള്ള നേതാക്കളുമാണ്. അപ്പോൾ ഓരോ സംസ്ഥാനത്തിൻ്റെയും സാഹചര്യം അനുസരിച്ച് അവർ ആളുകളെ നിശ്ചയിക്കുന്നതാണ്. അതല്ലാതെ എന്തെങ്കിലും ഒരു അളവ് പോലും നോക്കിയിട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോൾ ദേശീയ തലത്തിൽ പുനഃസംഘടന വന്നു. താങ്കൾ തന്നെ പറഞ്ഞു മുൻപുണ്ടായിരുന്ന ആളുകളൊക്കെ കുറേ അധികം പേർ തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ രാം മാധവ് തിരിച്ചു വന്നിട്ടുണ്ട്, സ്മൃതി ഇറാനി തിരിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ മുൻപ് തീപ്പൊരികളായി വിലയിരുത്തപ്പെട്ടിരുന്ന രാം മാധവൊക്കെ നോർത്ത് ഈസ്റ്റിലും അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീർ ഉൾപ്പെടെയുള്ള മേഖലകളിലും പാർട്ടിയെ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ ചുക്കാൻ പിടിച്ച ആളുകളാണ്. സ്മൃതി ഇറാനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഫയർ ബ്രാൻഡ് ആയിരുന്നു ഒരു കാലത്ത് ബി ജെ പിയുടെ. ഇവരെ അടക്കം തിരിച്ചു കൊണ്ടുവന്നുള്ള ഈ ഒരു പുനഃസംഘടനയിലൂടെ പാർട്ടി ഈ ഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത് എന്താണെന്നാണ് അങ്ങ് വിലയിരുത്തുന്നത്? അതിലൊരു കാര്യം, ഈ നിതിൻ നബീൻജി അഖിലേന്ത്യാ അധ്യക്ഷനായപ്പോൾ താരതമ്യേന പ്രായം കുറഞ്ഞൊരു നേതാവാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനൊരു ടീമിനെ എടുക്കുമ്പോൾ പല കാര്യങ്ങളും ബാലൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചെറുപ്പക്കാരെ ധാരാളം എടുത്തിട്ടുണ്ട്, അതേസമയം മുതിർന്ന ഒരുപാട് പേരെ ചുമതല കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പേരുകൾ പോലെ തന്നെ പ്രഗത്ഭരായിട്ടുള്ള മറ്റു പല ആൾ, ഇപ്പോൾ ജനറൽ സെക്രട്ടറിമാരെ നിശ്ചയിച്ചവരും, ഇപ്പോൾ 3 മുൻ മുഖ്യമന്ത്രിമാരെ എടുത്തിട്ടുണ്ട്. ത്രിപുരയുടെ മുഖ്യമന്ത്രി, രാജസ്ഥാൻ മുഖ്യമന്ത്രി, അങ്ങനെയുള്ള മുഖ്യമന്ത്രിമാരായിരുന്ന ആൾക്കാരെ എടുത്തിട്ടുണ്ട്. നേരത്തെ ഈ പറഞ്ഞ പോലെ വലിയ ചുമതലകൾ വഹിച്ച ആൾക്കാരെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സമീകൃതമായിട്ടുള്ള ഒരു ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു ടീമിനെയാണ് എടുത്തിരിക്കുന്നത്. 2 കാര്യങ്ങളാണ് എൻ്റെ ഒരു പ്രാഥമിക വിലയിരുത്തൽ. ഒന്ന്, 29 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ബി ജെ പിയെ നയിക്കാൻ ആവശ്യത്തിനുള്ള ഒരു ടീമിനെ ആയിരിക്കണം ഇപ്പോൾ എടുത്തിട്ടുണ്ടാവും. എന്തായാലും 29 വരെ മറ്റു പുനഃസംഘടനകൾക്കൊന്നും സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ദേശീയ സെക്രട്ടറി എന്ന നിലയിൽ അങ്ങയോട് ചോദിക്കാൻ കഴിയുന്ന ഒരു ചോദ്യം കൂടിയാണത്. കാരണം CJP എന്ന് പറയുന്ന ഒരു ഔട്ട്ഫിറ്റ് ഉയർന്നു വരികയും നീറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അവർ സമരം ചെയ്യുകയും ഒരു മന്ത്രി രാജിവെക്കുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു. ഒരുപക്ഷെ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം MJ അക്ബറിനെതിരെ ഒരു ആരോപണം വന്ന് അദ്ദേഹം രാജിവെച്ചതൊഴികെ BJP മന്ത്രിമാർ അങ്ങനെ രാജിവെച്ച ചരിത്രവുമില്ല. രാജ്നാഥ് സിംഗ് അടക്കം പറഞ്ഞിട്ടുണ്ട്, BJP മന്ത്രിമാർ അങ്ങനെ രാജിവെക്കുന്നവർ അല്ല, ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇവർക്കിത് സാധിച്ചു. അപ്പോൾ പുതിയ ഒരു പുനഃസംഘടന കൂടി വരുമ്പോൾ ഇത്തരത്തിലുള്ള ത്രട്ടുകൾ BJPയെ സംബന്ധിച്ചിടത്തോളം, ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റുകൾ അതുകൂടി മനസ്സിൽ കണ്ടുകൊണ്ട് അതിനെ തരണം ചെയ്യുന്ന തരത്തിലുള്ള ഒരു പുനഃസംഘടനയാണോ നടന്നിട്ടുള്ളത്? അല്ല, അത് 2014 മോദിജി അധികാരത്തിൽ വന്ന ദിവസം മുതൽ തന്നെ തുടങ്ങിയതാണ് ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക, ഒരു ക്യാമ്പയിൻ ബി ജെ പിക്കെതിരായിട്ട്, കേന്ദ്ര സർക്കാരിനെതിരായിട്ട് പല രീതിയിൽ അവർ പരീക്ഷിച്ച് പരാജയപ്പെട്ടതാണ്. പക്ഷെ ഇത്തവണ ഉണ്ടായൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഒരു 10-22 ലക്ഷം ആൾക്കാർ പരീക്ഷ എഴുതി. നമ്മുടെ ഇപ്പോൾ ഒരു നീറ്റിൻ്റെ തന്നെ ഒരു വലിയ
പ്രസക്തിയെ പറ്റിയിട്ട് ഇപ്പോൾ 2 തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഒരു പരീക്ഷ നടത്തുന്നതെന്ന് ചോദിക്കുന്നവർ ധാരാളമുണ്ട്. എന്തായാലും നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർ നീറ്റ് പരീക്ഷ എഴുതി 22,60,000 കുട്ടികളാണ് അത് പരീക്ഷ എഴുതിയിരിക്കുന്നത്. ആ പരീക്ഷയുടെ പേപ്പർ ചോർന്നു, അതൊരു റിയാലിറ്റിയാണ്. പക്ഷേ അതിനെ മറികടക്കാൻ സെൻട്രൽ ഗവൺമെൻറ് ശരിയായി ശ്രമിച്ചിട്ടുണ്ട്. കാരണം പെട്ടെന്ന് തന്നെ ഇപ്പോൾ ക്യാൻസൽ ചെയ്തു, പുനഃപരീക്ഷ നടത്തി, കുറ്റമറ്റ രീതിയിൽ നടത്തിയൊക്കെ ആയാലും ഒരു വലിയൊരു ആശങ്ക ഈ യുവ വിദ്യാർത്ഥി സമൂഹത്തിനിടയിൽ അത് കാരണം ഉണ്ടായിട്ടുണ്ട്. അതിനെ ഉപയോഗപ്പെടുത്തുകയാണോ ദുരുപയോഗപ്പെടുത്തുകയാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഈ സമരക്കാർക്ക് സാധിച്ചു എന്നുള്ളത് ശരിയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്കിടയിലും യുവാക്കൾക്കിടയിലും വളരെ പെട്ടെന്ന് ഇത്തരത്തിലുള്ള അസംതൃപ്തി വളരാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അത് പ്രധാനമന്ത്രി തന്നെ നമുക്കറിയാമല്ലോ, ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം മോദിജി തന്നെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അവർ അഡ്രസ്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അവർ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ ശരിയാവാം, തെറ്റാവാം, അല്ലെങ്കിൽ പുറമേ നിന്ന് അവരെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം. പക്ഷെ അതൊക്കെ ആണെങ്കിൽ ആ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ ശരിയായി അഡ്രസ്സ് ചെയ്യണം എന്ന് BJPക്ക് നല്ല ബോധ്യമുണ്ട്, പ്രധാനമന്ത്രിക്കും സർക്കാരിനും നല്ല ബോധ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ ഔട്ട്റീച്ച് യുവാക്കളെ വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാവണം എന്നുള്ള തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. അത് ആവശ്യമാണ്. നമ്മുടെ സമൂഹത്തിൽ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി സമൂഹത്തിൽ നേരായ രീതിയിൽ അവരെ കൊണ്ടുപോകാനുള്ള ബാധ്യത രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. ഇപ്പോൾ താങ്കൾ പറഞ്ഞു കേരളത്തിൽ ദേശീയ സെക്രട്ടറി എന്ന നിലയിൽ കേരളം കേന്ദ്രീകരിച്ച് കേരളത്തിലെ പ്രവർത്തകരുടെ ശബ്ദമായി അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് അങ്ങയുടെ ആഗ്രഹം എന്ന് പറഞ്ഞു. അത് നേതൃത്വത്തെ അറിയിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ പിണറായി സർക്കാർ മാറി VD സതീശൻ സർക്കാർ അധികാരത്തിലേക്ക് വരികയുണ്ടായി. എന്തെങ്കിലും മാറ്റങ്ങൾ മുൻ പിണറായി സർക്കാരിൽ നിന്നും VD സതീശൻ സർക്കാരിന് നയപരമായോ അല്ലാതെയോ എന്തെങ്കിലും മാറ്റമുണ്ടായി എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, അതിന് മുമ്പ് ആദ്യം ഞാൻ ഈ കേരളത്തിൽ എന്തെങ്കിലും ചുമതല എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. ദേശീയ തലത്തിൽ ലഭിക്കുന്ന ചുമതലകൾ സംസ്ഥാനത്തിൻ്റെ ആയാലും അല്ലെങ്കിൽ മോർച്ചകളുടെ ആയാലും എന്തായാലും ആ ചുമതലകൾ നിർവഹിക്കുന്നതോടൊപ്പം കേരളത്തിലെ പ്രവർത്തനത്തിന് കൂടുതൽ സഹായകരമാവുന്ന ശക്തി നൽകുന്ന രീതിയിൽ ഇവിടെ നിന്ന് പ്രവർത്തിക്കണം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. മറ്റൊന്ന്, VD സതീശൻ സർക്കാർ പിണറായി വിജയൻ സർക്കാരുമായിട്ട് ഒരു വ്യത്യാസവുമില്ല എന്ന് കഴിഞ്ഞ 3 മാസം തെളിയിച്ചല്ലോ. ഇത് രണ്ടല്ല, ഇത് ഒന്ന് തന്നെയാണെന്ന് കൃത്യമായിട്ട് ബോധ്യമായി. ഇപ്പം തന്നെ VD സതീശൻ സർക്കാരിന് ഏതെങ്കിലും ഒരു നിലപാട് പിണറായി വിജയൻ സർക്കാർ എടുത്തതിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാടെടുത്തു എന്ന് ഈ 3 മാസം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ഏത് വിഷയം എടുത്താലും, അത് അഴിമതിയുടെ കാര്യത്തിലായാലും, ഭരണസമ്പന്നത്തിൻ്റെ കാര്യത്തിലായാലും, സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യത്തിലായാലും, സ്വജനപക്ഷപാതത്തിൻ്റെ കാര്യത്തിലായാലും, എല്ലാ കാര്യത്തിലും LDF സർക്കാർ ചെയ്ത് തന്നെയാണ് VD സതീശൻ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ യൂണിവേഴ്സിറ്റികളുടെ കാര്യമെടുത്താൽ കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം യൂണിവേഴ്സിറ്റികളിൽ ഈ സർക്കാരിൻ്റെ മുൻ സർക്കാർ പലതരത്തിൽ ഇടപെടാൻ ശ്രമം നടത്തിയിരുന്നു. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ SFI ഉൾപ്പെടെയുള്ള സംഘടനകൾ VC-മാരെ കയ്യേറ്റം ചെയ്യുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. PSCയുടെ കാര്യമെടുത്താൽ PSCക്കെതിരെ അതിരൂക്ഷമായ അഴിമതി ആരോപണമാണ് കേരളത്തിൽ ഉയർന്നിരിക്കുന്നത്. ഗവർണർ ഈ 2 വിഷയങ്ങളിലും ഇടപെടുകയും അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുകയും ചെയ്യുകയും അത് അവിടുത്തെ കോൺഗ്രസ് സർക്കാരുമായ ഒരു കൺഫ്രണ്ടേഷനിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ആ വിഷയങ്ങളിൽ താങ്കളുടെ ഒരു ഇത് ഗവർണറുടെ ആ ഒരു ഇടപെടൽ സഹായകരമായി മാറും എന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ 2 വിഷയങ്ങളിലും ഇടപെടാൻ ആധികാരികമായിട്ട് സാധിക്കുന്ന, ഭരണഘടനാപരമായിട്ട് അതിന് അവകാശമുള്ള ആളാണ് ഗവർണർ എന്ന് പറയുന്നത്. ഇവരെന്തൊക്കെ പറഞ്ഞാലും സർവകലാശാലകളുടെ അവസാന വാക്ക് ചാൻസലർ തന്നെയാണ്. സുപ്രീം കോടതി അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം അത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കേരളം തന്നെ കോടതിയിൽ പോയിട്ട് അവർക്ക് തിരിച്ചടി കിട്ടിയ കാര്യമാണ്. അപ്പോൾ സർവകലാശാലകളിൽ നേരത്തെ നടന്നുകൊണ്ടിരുന്നത് രാഷ്ട്രീയവൽക്കരണത്തിലൂടെ അവർ സ്വന്തം VC-മാരെ വെച്ച് സിൻഡിക്കേറ്റ് മുഴുവൻ രാഷ്ട്രീയക്കാരെ കുത്തി നിറച്ച് അവിടെ വലിയ അഴിമതിയും രാഷ്ട്രീയവൽക്കരണമാണ് നടന്നത്. അത് മാറാൻ തുടങ്ങിയത് നമ്മുടെ ഇതിന് മുമ്പുള്ള ഗവർണർ വന്നതിന് ശേഷമാണ്. അദ്ദേഹം കുറേ കാര്യങ്ങളിൽ തുടക്കമിട്ടു. എന്നാൽ ഈ ഗവർണർ വന്നതിന് ശേഷം വലിയ ബഹളത്തിനൊന്നും പോവാതെ കാര്യമായിട്ട് ഹോംവർക്ക് ചെയ്ത് സർവകലാശാലകളിലെ രാഷ്ട്രീയ പ്രേരിതമായ ഇടപെടലുകളും നിയമനങ്ങളും അധ്യാപക നിയമനങ്ങളും VC നിയമനങ്ങളും ഒക്കെ അതിനെ നേരായ വഴിക്ക് കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു അസ്വസ്ഥത മാത്രമാണ് ഇപ്പോൾ കാണുന്നത്. അത് അധികകാലം നിൽക്കാൻ പോകുന്നില്ല. SFIL ആര് വിചാരിച്ചാലും ഈ കാര്യത്തിൽ ഗവർണറുടെ നടപടിയെ ചോദ്യം ചെയ്യാനാവില്ല. ഒന്ന്, PSCയുടെ കാര്യത്തിലാണ് ഏറ്റവും വിചിത്രമായ വാദം VD സതീശൻ ഉന്നയിക്കുന്നത്. കാരണം PSC ചെയർമാനെയും അംഗങ്ങളെ നിയമിച്ചത് കഴിഞ്ഞ സർക്കാരാണ്. അവർക്ക് നേരെയാണ് പരസ്യമായിട്ടുള്ള അഴിമതി ആരോപണം വന്നിരിക്കുന്നത്. അവരാണ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർത്തുന്നതിനടക്കം
ശക്തമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തത്. അവരുടെ പേരിലാണ് ആരോപണം വന്നിരിക്കുന്നത്. ഇത്രയധികം PSC മെമ്പർമാരെ വെച്ചത് തന്നെ അവർക്ക് ആവശ്യത്തിന് ഇതിൽ അഴിമതി നടത്താനും അവർക്ക് പിൻവാതിലിലൂടെ ആളുകളെ കയറ്റാനുമാണ്.